സക്സസ്ഫുൾ ആകാൻ ആഗ്രഹിക്കാത്ത ആരാണുള്ളത് അല്ലേ? ഇന്ന് നമ്മൾ നോക്കുന്നത് SCERT ക്ലാസ് 9 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് യൂണിറ്റിലെ 3rd ചാപ്റ്റർ ഹെൻറി വേർഡ്സ്വർത്ത് ലോങ്ഫെല്ലോയുടെ സക്സസ് എന്ന പോമാണ്. സോ വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ടെക്. ഹെൻറി വേർഡ്സ്വർത്ത് ലോങ്ഫെല്ലോ ഒരു അമേരിക്കൻ പോയറ്റാണ്. അതോടൊപ്പം അദ്ദേഹം ഒരു എഡ്യൂക്കേഷനിസ്റ്റ് ആണ്, ഒരു വിദ്യാഭ്യാസ ചിന്തകൻ കൂടിയാണ്. നമുക്ക് പോയത്തിലേക്ക് കടക്കാം. സക്സസ്. We have not wings, we cannot soar, but we have feet to scale and climb. By slow degrees, by more and more, the cloudy summits of our time. ഈ ഒരു പോയറ്റ് തന്നെയാണ് സ്പീക്കർ. മോട്ടിവേഷണൽ ടോണിൽ റീഡേഴ്സിനോട് കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കുകയാണ് പോയറ്റ് ഇവിടെ. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. വി ഹാവ് നോട്ട് വിങ്സ്, വി കനോട്ട് സോർ. മനുഷ്യരായ നമുക്ക് ചിറകുകളില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് പറന്നുയരാനായിട്ട് സാധിക്കില്ല. ബട്ട് വി ഹാവ് ഫീറ്റ് ടു സ്കെയിൽ ആൻഡ് ക്ലൈംബ്. എന്നാൽ നമുക്ക് ഫീറ്റുണ്ട്, പാദങ്ങളുണ്ട്, അതുകൊണ്ട് നമുക്ക് ക്ലൈംബ് ചെയ്യാനും അതുപോലെ തന്നെ സ്കെയിൽ ചെയ്യാനും ഒക്കെ സാധിക്കും. സ്കെയിൽ ചെയ്യുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നല്ല കുത്തനെയുള്ള സ്റ്റീപ്പായിട്ടുള്ള സർഫസസ് എല്ലാം കയറുക എന്നാണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇത്രയും കുത്തനെയുള്ള സർഫസസ് എല്ലാം മനുഷ്യനവൻ്റെ പാദങ്ങൾ കൊണ്ട് കയറുക എന്നും പോയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് അടുത്ത 2 ലൈൻസിൽ നമുക്ക് കാണാം. ബൈ സ്ലോ ഡിഗ്രീസ്, ബൈ മോർ ആൻഡ് മോർ, ദ ക്ലൗഡി സമ്മിറ്റ്സ് ഓഫ് അവർ ടൈം. സമ്മിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയസ്റ്റ് പോയിന്റ് എന്നാണ് അർത്ഥമാക്കുന്നത്. ഒരു മൗണ്ടനെ സംബന്ധിച്ചാണെങ്കിൽ ആ മൗണ്ടൻ്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ്, പീക്കിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പോയിന്റ് പറയുന്നത് കാർമേഘം മൂടിക്കിടക്കുന്ന മൗണ്ടൻസിൻ്റെ ആ ഹയസ്റ്റ് പോയിന്റ് വരെ എങ്ങനെയാണ് മനുഷ്യൻ അവൻ്റെ കാലുകൊണ്ട് എത്തുന്നതെന്നാണ് പറയുന്നത്. ബൈ സ്ലോ ഡിഗ്രീസ്, പതുക്കെ പതുക്കെ ഓരോ ലെവൽസ് ആയിട്ട് കയറിയാണ് അവിടെ വരെ എത്തുന്നത്. ബൈ മോർ ആൻഡ് മോർ, ഓരോ ലെവൽ കഴിഞ്ഞും മോർ ആൻഡ് മോർ ലെവൽസ് കവർ ചെയ്താണ് അവിടേക്ക് എത്തുന്നത്. ഈ ഒരു സ്റ്റാൻസയിൽ മൗണ്ടൻ എന്ന് പറയുന്നത് ലൈഫിലെ ചലഞ്ചസിൻ്റെ ഒരു സിമ്പൽ കൂടിയായിട്ടാണ് പോയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. സെക്കൻഡ് സ്റ്റാൻസ. ദ മൈറ്റി പിരമിഡ്സ് ഓഫ് സ്റ്റോൺ ദാറ്റ് വെഡ്ജ് ലൈക്ക് ക്ലീവ് ദ ഡെസേർട്ട് എയേഴ്സ് വെൻ നിയറർ സീൻ ആൻഡ് ബെറ്റർ നോൺ ആർ ബട്ട് ജൈഗാൻറ്റിക് ഫ്ലൈറ്റ്സ് ഓഫ് സ്റ്റെയേഴ്സ്. ഈ ഒരു സെക്കൻഡ് സ്റ്റാൻസയിൽ പോയിട്ട് പിരമിഡ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. The mighty pyramids of stone that wedge like cleave the desert airs. വെഡ്ജ് എന്ന് പറയുന്നത് ഒരു ടൂളാണ്. മെറ്റൽ കൊണ്ടോ വുഡ് കൊണ്ടോ ഒക്കെയുള്ള ഒരു ടൂളാണ്. 2 വസ്തുക്കളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ആപ്പെന്നൊക്കെ മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണിത്. ആപ്പിനിടയിൽ വാല് കുടുങ്ങിപ്പോയ ഒരു കുരങ്ങൻ്റെ കഥയൊക്കെ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ഇവിടെ പോയത്തിൽ ഇതെങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് വെച്ചാൽ, ഒരു വെഡ്ജ് എങ്ങനെയാണോ 2 പീസസ് ഓഫ് ഒബ്ജക്ട്സിനെ സ്പ്ലിറ്റ് ചെയ്ത് നിർത്തുന്നത്, അതുപോലെ മരുഭൂമിയിലെ വായുവിനെ സ്പ്ലിറ്റ് ചെയ്ത് നിർത്തുന്ന, ഡിവൈഡ് ചെയ്ത് നിർത്തുന്ന പിരമിഡ്സ് എന്നാണ് ഇവിടെ പോയിട്ട് പിരമിഡ്സിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, പോയിറ്റ്സ് അതിനെ മൈറ്റി പിരമിഡ്സ് ഓഫ് സ്റ്റോൺ എന്നുകൂടി വിശേഷിപ്പിച്ചിട്ടുണ്ട്. സ്റ്റോൺ കൊണ്ടുള്ള വളരെ സ്ട്രോങ് ആൻഡ് പവർഫുൾ ആണ് പിരമിഡ്സ് എന്നാണ് പോയിറ്റ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഇങ്ങനെയുള്ള ഈ പിരമിഡ്സ് പോലും എന്താണെന്നാണ് പോയിറ്റ് നെക്സ്റ്റ് 2 ലൈൻസിൽ പറയുന്നത്. വെൻ നിയറർ സീൻ ആൻഡ് ബെറ്റർ നോൺ ആർ ബട്ട് ജൈഗാൻറ്റിക് ഫ്ലൈറ്റ്സ് ഓഫ് സ്റ്റെയേഴ്സ്. അങ്ങനെ ഇത്രയധികം മൈറ്റി ആയിട്ടുള്ള, സ്ട്രോങ് ആയിട്ടുള്ള, പവർഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഒരു ഡെസേർട്ടിലെ എയറിനെ പോലും സെപ്പറേറ്റ് ചെയ്യുന്ന, ഡിവൈഡ് ചെയ്യാൻ മാത്രം പവർഫുൾ ആയിട്ടുള്ള ഈ പിരമിഡ്സ് പോലും വളരെ അടുത്തുനിന്ന് നോക്കിയാൽ, അല്ലെങ്കിൽ വളരെ നന്നായി മനസ്സിലാക്കി കഴിഞ്ഞാൽ, നല്ല വലിപ്പമുള്ള മുകളിലേക്ക് പോകുന്ന ഒരു കൂട്ടം സ്റ്റെയേഴ്സ് മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാകുമെന്നാണ് പോയിട്ട് പറയുന്നത്. ഇവിടെയും പിരമിഡ്സിനെ ലൈഫിലെ ചലഞ്ചസിനെ സിംബലൈസ് ചെയ്യാനായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് അകലെ നിന്ന് നോക്കുമ്പോൾ പിരമിഡ്സിനെ പോലെ ചലഞ്ചസ് ഒക്കെ എന്താണ്, വളരെ മൈറ്റി ആയിട്ട്, വളരെ സ്ട്രോങ് ആയിട്ടും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിലൊക്കെ തോന്നിപ്പിച്ചേക്കാം. പക്ഷേ അടുത്തു നിന്ന് നോക്കിയാൽ, അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ, ഈ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പോലും എന്താണ്, പിരമിഡ്സിനെ ഇങ്ങനെ സ്റ്റെയേഴ്സ് ആയി കാണുന്ന പോലെ അത്രത്തോളം എന്താണ് സിംപ്ലിഫൈ ചെയ്ത് കാണാനും മനസ്സിലാക്കാനും പറ്റുമെന്നാണ് പോയിറ്റ് പറഞ്ഞു വെക്കുന്നത്.
Third stanza. The distant mountains that appear their solid bastions of the skies are crossed by pathways that appear as we to higher levels rise. ഈ ഒരു സ്റ്റാൻസയിലും മൗണ്ടൻസിനെ വെച്ചിട്ടാണ് പോയിട്ട് സംസാരിക്കുന്നത്. നമുക്ക് നോക്കാം. ദ ഡിസ്റ്റന്റ് മൗണ്ടൻസ് ദാറ്റ് അപ്പിയർ ദിയർ സോളിഡ് ബാസ്റ്റൻസ് ഓഫ് ദ സ്കൈസ്. ബാസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഒരു ഫോർട്ട്, കോട്ടയുടെയും മറ്റും മുന്നോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഭാഗമുണ്ടാവും. അതിനെയാണ് നമ്മൾ ബാസ്റ്റൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പോയിട്ട് പറയുന്നത് ഈ ഒരു മൗണ്ടൻ്റെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഭാഗത്തെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പോയിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന്. വളരെ ഫേമായിട്ട് ഈ കോട്ടയുടെ ബാസ്റ്റൻസ് പോലെ ആകാശത്തേക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന അകലെ നമ്മൾ കാണുന്ന ആ മൗണ്ടൻസ്, അതിനെക്കുറിച്ചാണ് പോയിട്ട് ഇവിടെ പറയുന്നത്. അത് നമുക്ക് അകലെ നിന്ന് നോക്കുമ്പോൾ കീഴടക്കാൻ പറ്റാത്തതായിട്ട് തോന്നും. എന്നാൽ നമ്മൾ ഹയർ ലെവൽസിലേക്ക് കയറുന്നതിനനുസരിച്ച് നമുക്ക് വീണ്ടും കയറി പോകാനുള്ള പാത്ത് വേസ്, ട്രാക്സ് അതിലുണ്ടെന്നാണ് പോയിട്ട് പറയുന്നത്. നോക്കാം. are crossed by pathways that appear as we to higher levels rise. നമ്മളത് കയറി തുടങ്ങുമ്പോൾ മാത്രമാണ് പിന്നീട് നമുക്ക് ആവശ്യമുള്ള പാത്വേസ് ഈ ഒരു മൗണ്ടനെ സംബന്ധിച്ച് ക്ലിയർ ആയി വരുന്നതെന്നാണ് ഇവിടെ പോയിട്ട് പറയുന്നത്. ഇവിടെയും മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ലൈഫിലെ ചലഞ്ചുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പോയിട്ട് സംസാരിക്കുന്നത്. ഇവിടെ ഈ മൗണ്ടൻ എന്ന് പറയുന്നത് ലൈഫിലെ ഒരു ഡിഫിക്കൽറ്റി ആണെന്ന് കരുതുക. അപ്പോൾ നമ്മൾ ആ ഡിഫിക്കൽറ്റിയെ ഓവർകം ചെയ്യാനായിട്ട്, അതിജീവിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ എഫേർട്ട് എടുത്തു തുടങ്ങുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് കൂടുതൽ സൊല്യൂഷൻസ് തെളിഞ്ഞു കിട്ടുന്നതാണ് പോയിട്ട് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഇവിടെ ഈ ഒരു പോയിട്ട് മൗണ്ടൻ, പിരമിഡ് എന്നെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ലൈഫിലെ ചലഞ്ചസിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. മൗണ്ടനും പിരമിഡും എല്ലാം ഇവിടെ മെറ്റഫേഴ്സ് ആണ്, രൂപകങ്ങളാണ്. ഇനി നമുക്ക് ഫോർത്ത് സ്റ്റാൻസയിലേക്ക് പോകാം. ഓഫൻ കോട്ട് ചെയ്യുന്ന 4 ലൈൻസ് ആണിത്, പ്രത്യേകിച്ചും മോട്ടിവേഷണൽ സ്പീക്കേഴ്സൊക്കെ. അപ്പോൾ നമുക്ക് ആ ലൈൻസ് എന്താണെന്നൊന്ന് നോക്കാം. The heights by great men reached and kept were not attained by sudden flight, but they, while their companions slept, were toiling upward in the night. The heights by great men reached and kept were not attained by sudden flight. ഈ ലോകത്തിലെ ഗ്രേറ്റ് മെൻ, സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രേറ്റ്നെസ് അച്ചീവ് ചെയ്തിട്ടുള്ള മെൻ, അവരാ ഹൈറ്റ്സിൽ, അവരാ ഉയരത്തിലെത്തിയത് ഒരിക്കലും ഒറ്റയടിക്ക് എത്തിയതല്ല. മൗണ്ടൻ കീഴടക്കിയ ഒരാളും ഒറ്റ ദിവസത്തെ പ്രയത്നം കൊണ്ട് ആ ഒരു അച്ചീവ്മെന്റ് നേടിയ ആളല്ല, അല്ലേ? കുറേയധികം പരിശ്രമം, കുറേ നാളത്തെ പരിശ്രമം അതിൻ്റെ പിറകിലുണ്ട്. ബട്ട് ദേ, വൈൽ ദെയർ കമ്പാനിയൻസ് സ്ലെപ്റ്റ്, വെയർ ടോയിലിംഗ് അപ്വേർഡ് ഇൻ ദ നൈറ്റ്. പിന്നെ ഇവരെന്ത് ചെയ്തു എന്നാണ് പോയിട്ട് പറയുന്നത് നോക്കാം. അവരുടെ ഒപ്പം ഉണ്ടായിരുന്നവർ ഉറങ്ങുന്ന സമയത്ത് പോലും, ആ രാത്രികളിൽ പോലും മുകളിലേക്ക് കയറിക്കൊണ്ട് അവരെന്താണ്, കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു എന്നാണ് പോയിട്ട് പറയുന്നത്. ഇവിടെ വീണ്ടും ഈ ഒരു മൗണ്ടൻ സ്കെയിലിംഗ് എന്നത് പോയിട്ട് ലൈഫിലെ ചലഞ്ചസിനെ ഫേസ് ചെയ്യുക എന്നതിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. ഈ പോയം മുൻപ് പറഞ്ഞതുപോലെ തന്നെ മെറ്റഫേഴ്സിലൂടെയാണ് ഐഡിയാസ് കൺവേ ചെയ്യുന്നത്. ലൈഫിലെ ചലഞ്ചസ് ആണ് ഇതിലെ മെയിനായിട്ട് തീമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഹാർഡ് വർക്കിലൂടെ എങ്ങനെ ലൈഫിലേക്ക് സക്സസ് കൊണ്ടുവരാം എന്നാണ് പോയിട്ട് പറയാനായിട്ട് ശ്രമിക്കുന്നത്. Hope you find our explanation helpful. Leave your impressions in the comments. Happy learning!